ഇന്ന് ഒരു സാരി ലുക്കാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി റെഡി ആവുന്നത് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ഇടാം. ഷോർട്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ സാരി ഒരു പഴയ സാരിയാണ്, അത് ഞാൻ കാണിക്കാം. സാരി കാണിക്കാം. അമ്മയുടെ ഒരു പഴയ സാരി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലിടുന്നതൊന്നും എൻ്റെ സ്വന്തം സാരീസ് അല്ല, എല്ലാം എൻ്റെ 2 അമ്മമാരുടെ സാരീസാണ്. കാരണം എനിക്ക് പുറത്ത് പോയി അല്ലെങ്കിൽ വേറെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. ഇവരുടെ കയ്യിൽ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഇടുന്നത് വളരെ അപൂർവമായിട്ടാണ്, കാരണം കുറേ കാലം മുമ്പുള്ള സാരികളാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടപ്പോൾ ഞാൻ വെറുതെ പുറത്തുനിന്ന് വാങ്ങി വീണ്ടും ഇടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഈ അമ്മമാരുടെ സാരി ഇടാന്നൊക്കെ പറയുന്ന ഒരു നല്ല ഫീലിംഗ് കൂടിയാണ്. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ കളർ സാരി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഐ തോട്ട് നമുക്ക് ഇതൊന്നൊരു ലുക്ക് ട്രൈ ചെയ്യാം. ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിർത്തിപ്പോവാം. കാരണം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആകെ കൂടെ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ഐസ് ആയിരിക്കാം. മേക്കപ്പും അല്ല, ജസ്റ്റ് കണ്ണെഴുതുക, പിന്നെ ലിപ്സ്റ്റിക്ക്. ഞാൻ ഐസും ലിപ്സും മാത്രമാണ് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഫൗണ്ടേഷൻ ഞാനൊരു കാലം വരെ ഉപയോഗിച്ചിരുന്നു, ഇപ്പം അതൊക്കെ നിർത്തി. സോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇപ്പോൾ തോന്നാത്തത് കൊണ്ട് നിർത്തി. പിന്നെ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ വളരെ അപൂർവമായിട്ടാണ് അതൊക്കെ ഉപയോഗിക്കാറ്. ഒരു കാലം കുറേയൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. So without any delay, let's start. ഇത് സീറമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് 2-3 ഉപയോഗിച്ച് തുടങ്ങി. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ആണ്. ബയോക്യൂൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. സ്കിൻ കെയർ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സീറം, ഒരു മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് വൈകിട്ട് ആവാറായി, അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടാത്തത്. രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഹെയറിൻ്റെ ബ്ലോ ഡ്രൈയിങ് തീർക്കാം. കാരണം അത് നല്ല പണിയുണ്ട് എനിക്ക്. അപ്പോൾ ബ്ലോ ഡ്രൈയിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ മുടിയൊക്കെ ഡ്രൈ ചെയ്തു, ഓൾമോസ്റ്റ് ആയി. അപ്പോൾ നമുക്കിനി വേഗം റെഡി ആവാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐബ്രോ പാലറ്റാണ്. കാണാൻ അവസ്ഥ വളരെ മോശമാണ്, കാരണം കുറേയായി ഞാൻ ഉപയോഗിക്കുന്നു, ഓൾമോസ്റ്റ് ഡെയിലി ഉപയോഗിക്കുന്നു. അങ്ങനെ ഐബ്രോ സെറ്റായി. നമുക്ക് കണ്ണെഴുതാം. ആദ്യം ഐലൈനർ, പിന്നെ കൺമഷി. ഓക്കെ, അപ്പോൾ ഐലൈനർ കൊണ്ടുള്ള കളി കഴിഞ്ഞു. ഇതുപോലെയാണ്. നമുക്ക് കൺമഷി എഴുതാം. ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പോകുന്നില്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ് ലൈനർ. അതിനു മുമ്പ് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇടാൻ പോകുന്ന പൊട്ടുകളിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇത് പണ്ടത്തെ ഗോപി പൊട്ടെന്നൊക്കെ പറയില്ലേ, ഇത് ഭയങ്കര നീളമുള്ളത് എനിക്കധികം സൂട്ടാവുന്നില്ല. അപ്പം ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇനി ഏതാണ് ഭംഗി ഉണ്ടാവുക അത് വെച്ച് നമുക്ക് ഇട്ട് നോക്കാം.
ഇതാണ് കേട്ടോ സാരിയുടെ കളറ്. കണ്ടില്ലേ, ഞാനത് പ്ലീറ്റ്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഭയങ്കര സിമ്പിൾ സാരിയാണ്, പക്ഷെ കളർ ഒരു രക്ഷയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇട്ട് നോക്കണം എന്ന്. അപ്പോൾ ഇനി ഇട്ടിട്ട് കാണാം. ഓക്കെ.